മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കുമെന്ന തമിഴ്നാടിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിൽ രൂക്ഷ വിമർശനവുമായി മുല്ലപ്പെരിയാർ സമരസമിതി. വിദഗ്ധ സമിതിയെ കൊണ്ട് അണക്കെട്ട് പരിശോധിക്കാൻ കേരള സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ കേരള സർക്കാരിന്റെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കണമെന്നും സമരസമിതി ചെയർമാൻ അഭിപ്രായപ്പെട്ടു. ആദ്യം പ്രതികരണത്തിലേക്ക്, പിന്നീട് സുബിൻ തോമസിലേക്ക്. സുപ്രീം കോടതിയുടെ മധ്യസ്ഥതയിൽ ഒരു ഇടക്കാല വിധി നിലനിൽക്കുന്നു. അത് കേരളവും തമിഴ്നാടും ചേർന്നുകൊണ്ടുള്ള 5 അംഗ വിദഗ്ധ സമിതിയെക്കൊണ്ട് ഈ ഡാമിൻ്റെ ഘടനയെക്കുറിച്ച് പഠനം നടത്തി ഈ ഡാം സേഫാണോ എന്നുള്ള ഒരു വിവരം അല്ലെങ്കിൽ അത് യഥാവിധി ധരിപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തമിഴ്നാട് ധൃതി പിടിച്ച് ഇത്തരത്തിൽ ഇങ്ങനൊരു കുൽസിത ശ്രമം നടത്തുമ്പോൾ ഈ തീരത്തുള്ള ആൾക്കാർ വിദഗ്ധ സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണത്തിൻ്റെ ഒരു മാർഗരേഖയ്ക്ക് വേണ്ടി അവർ കാതോർത്ത് നിൽക്കുമ്പോൾ സടകുടഞ്ഞ് തമിഴ്നാട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് തീരത്തുള്ള ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ്. അതെന്തു വില കൊടുത്തും മുല്ലപ്പെരിയാർ സമരസമിതി അതിനെ പ്രതിഷേധിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ് ഈ വിഷയത്തിൽ കാണിക്കുന്ന ഒരു മെല്ലപ്പോക്കാണ് ഇതിനെല്ലാം കാരണമെന്ന് നമുക്ക് പറയാതിരിക്കുവാൻ കഴിയില്ല. ചേരുന്നുണ്ട്. എന്തായാലും അതായത് സമരസമിതി പറയുന്നത് അവരെ വെല്ലുവിളിക്കുകയാണല്ലേ. അതായത് തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്ന് തീർത്തും പ്രതികൂലമായ ഒരു പ്രതികരണം വരുമ്പോൾ സർക്കാർ പോലും, അതായത് നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സർക്കാർ പോലും അവരെ ചേർത്ത് പിടിക്കുന്നില്ല എന്നുള്ളത് അവർ വലിയ ആശങ്കയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് സമരസമിതിയുടെ തുടർ നീക്കങ്ങൾ, സുബിൻ? വലിയ തിരിച്ചടിയാണ് അല്ലെങ്കിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുല്ലപ്പെരിയാർ സംബന്ധിച്ച് TVK സർക്കാർ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവരുടെ പ്രധാന പ്രചരണം അല്ലെങ്കിൽ പ്രഖ്യാപനം എന്നുള്ളത് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 152 അടിയിലേക്ക് ഉയർത്തുമെന്നുള്ളതായിരുന്നു. തുടർ നടപടികളുമായി വളരെ TVK സർക്കാർ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ഇടപെടലുകളോ നീക്കങ്ങളോ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നില്ല എന്നുള്ളതും ഏറ്റവും ആശങ്കാജനകമാണ്. ഇന്നലെയാണ് ഇത്തരത്തിൽ TVKയുടെ ബജറ്റ് സമ്മേളനത്തിൽ തമിഴ്നാട് സർക്കാർ ഈ പ്രഖ്യാപനം നടത്തുന്നത്. ഈ ജലനിരപ്പ് 152 അടിയിലേക്ക് എത്തിക്കുമെന്നുള്ളത്. ഇതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം സമരസമിതി അറിയിച്ചിട്ടുള്ളത്. അതായത് വിദഗ്ധ സമിതിയെ 5 അംഗ വിദഗ്ധ സമിതിയെ കൊണ്ട് ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ചുള്ള പരിശോധന നടത്തണമെന്ന് സുപ്രീം കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവുണ്ട്. പക്ഷേ ഈ ഉത്തരവ് നടപ്പാക്കാൻ ഇതുവരെ തയ്യാറാകാത്ത അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അതിനുവേണ്ട മുൻകൈ എടുക്കാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും സമരസമിതി മുമ്പോട്ട് വയ്ക്കുന്നത്. അടിയന്തരമായി ഈ പരിശോധന നടത്തണം. ഡാമിന് ബലക്ഷയമുണ്ട്, അത് ഈ പരിശോധനയിൽ കണ്ടെത്താനാകും. മുമ്പോട്ട് വയ്ക്കുന്നത് നിലവിൽ തമിഴ്നാടിന്റെ നീക്കത്തെ ഏത് വിധേയവും പ്രതിരോധിക്കാൻ അടിയന്തരമായി സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നൊരു ആവശ്യമാണ് സമരസമിതി. വിധേയനെയും പ്രതിരോധിക്കാൻ അടിയന്തരമായി സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നൊരു ആവശ്യമാണ് സമരസമിതി മുമ്പോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നീക്കം തടയാനുള്ള മറ്റ് ബദൽ മാർഗങ്ങളുമായി അല്ലെങ്കിൽ തുടർ സമര പരിപാടികൾ നിലവിൽ. എന്തായാലും രൂക്ഷ വിമർശനമാണ് സമരസമിതി ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു അനുകൂലമായ നിലപാടുണ്ടാകുന്നില്ല എന്നുള്ളതും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സർക്കാർ ഇടപെടേണ്ട സമയമാണ്.